നമ്മൾ ഓഫീസ് ചെയർ നോക്കാനാണ് വന്ന കൗച്ചല്ല. ജെയിം ഡോബ്രി ഗൈസ്, നമുക്കിന്നൊരു വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസ് ചെയർ മേടിക്കാൻ പോയാലോ? കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു ഓഫീസ് ചെയർ മേടിച്ചതാണ്. 8ന്റെ പണിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിലാണ് ഒരുപാട് നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നടുവേദന, തോളുവേദന, എന്തൊക്കെ വേദനകൾ ബോണസ് കിട്ടുമോ അതെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു സ്റ്റോർ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ഞങ്ങൾ ഓൺലൈനിലാണ് മേടിച്ചത്. ഈ ഒരു കടയിൽ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു റേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലായത് അവിടുത്തെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ 4000 zloty ആണെന്ന്. എന്തായാലും 1-2 കൺസിഡറബിൾ ഓപ്ഷൻസ് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഇസ്കിലോട്ടാണ് നേരെ പോയി. ഒരു പ്രതീക്ഷയില്ലാതാണ് ഞങ്ങൾ ഈ സ്റ്റോറിനകത്തോട്ട് കയറിയത്. എന്തായാലും കയറിയപ്പോൾ തന്നെ 1-2 നല്ല ചെയർസ് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടു. എന്നാൽ പിന്നെ ഇവിടെയും അവിടെ ചെയ്തതുപോലെ എല്ലാം ചെയറും ഇരുന്ന് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു. അവസാനം ഞാൻ ഈ കാണുന്ന ചെയർ അങ്ങ് ഫൈനലൈസ് ചെയ്തു. ഇതെങ്കിലും പാളൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞോണം ആ ചെയർ ഓർഡർ ചെയ്ത് ഞാനായിരുന്നേ. അങ്ങനെ ചെയർ ഫൈനലൈസ് ചെയ്ത സന്തോഷത്തിൽ ഞങ്ങൾ ആ കടയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഈ കാണുന്ന ഒരു കുട കാണുമ്പോൾ ഞങ്ങൾ പണ്ട് കൊടൈക്കനാൽ എന്നൊരു കുട മേടിച്ച കഥ എനിക്ക് ഓർമ്മ വരുന്നത്. ആ കുട മേടിച്ച സ്പോട്ട് തൊട്ട് കൊടൈക്കനാലിൽ പിന്നെ മഴ പെയ്തിട്ടില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി. സോ നമ്മൾ ചെയർ ഫൈനലൈസ് ചെയ്തു, ബില്ല് പേ ചെയ്തു. ആൻഡ് ഇപ്പൊ നേരെ അവരുടെ വെയർ ഹൗസിലോട്ട് പോവാണ് നമ്മുടെ ചെയർ കളക്ട് ചെയ്യാൻ വേണ്ടി. അവിടെ വന്ന് ബെല്ലടിച്ച് 5 മിനിറ്റിനുള്ള ഒരാൾ പുറത്തു വന്നു. വിത്തിൻ നെക്സ്റ്റ് 5 minutes നമ്മുടെ ചെയർ കൊണ്ടുവന്ന് പുള്ളി ഒരു ഒറ്റ എറിയായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ മേടിച്ചതേ ഉള്ളൂ, ഒരു മൈദിലൊക്കെ വെക്കാമായിരുന്നു. കോമഡി ഇതൊന്നുമല്ല. ഇത്രയും വലിയൊരു ബോക്സും തൂക്കി വീട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി ബുക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോക്സിന് വലുപ്പം കണ്ടിട്ട് 2 ടാക്സിക്കാരന്മാരായിരുന്നു ഞങ്ങളുടെ റൈഡ് ക്യാൻസൽ. അവസാനം ഈ ഒരു 3ാമത്തെ ടാക്സി ഡ്രൈവർ ആയിരുന്നു നമ്മുടെ റൈഡ് കൺഫേം ചെയ്ത് പുള്ളി വന്നിട്ട് പറഞ്ഞു നമുക്കിത് അൺബോക്സ് ചെയ്തിട്ടൊക്കെ വെക്കാം. ഓരോ പേപ്പർ പോലും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചു. എങ്ങാനും ഇനി നമ്മൾക്കിത് റിട്ടേൺ ചെയ്യേണ്ടി വന്നാലോ ഇഷ്ടപ്പെടാം. എന്തായാലും ഒരു ചെയർ വീട് വരെ കൊണ്ട് എത്തിക്കാനുള്ള കഷ്ടപ്പാട് അത് 1.5 കഷ്ടപ്പാടായിരുന്നു. അവസാനം ഞങ്ങൾ ഈ ഒരു ചെയർ റീപ്ലേസ് ചെയ്ത് പുതിയ ചെയർ വെച്ചിട്ട് ഈ കട ഡെസ്ക് സെറ്റ് ചെയ്ത് കൂട്ടത്തിൽ മറ്റേ ചെയർ എടുത്ത് ഞാൻ എന്റെ ഡെസ്കും. ഇനി ഒരൊറ്റ ചോദ്യം മാത്രം, ഈ ചെയറെങ്കിലും ഇപ്രാവശ്യം വർക്ക് ആവോ, അതോ ഇനി അടുത്ത മാസം വീണ്ടും ഒരു ചെയർ മേടിക്കാൻ ഞങ്ങൾ ഇറങ്ങേണ്ടി വരുമോ? എന്താവുന്ന എന്തോ. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.